പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് നമ്മെ തന്നെ തുറന്നു കൊടുക്കാം. ദൈവം തന്റെ വചനത്തിലൂടെ ഈ ദിവസം നമ്മോട് സംസാരിക്കുന്നു. ഓ ദൈവമേ, നിന്റെ വചനം കൊണ്ട് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ശിഷ്യന്മാരുടെ മനസ്സിനെ അങ്ങ് തുറന്നതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകളെ അങ്ങ് തുറക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ മാധുര്യം ആസ്വദിക്കുവാനും വചനമനുസരിച്ച് പ്രവർത്തിക്കുവാനും അങ്ങയുടെ അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ. മനസ്സിനെ ദൈവത്തിന്റെ വചനത്തിനായി തുറന്നു കൊടുത്ത് ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഹൃദയം തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സിനെ തുറക്കണമേ ദൈവമേ. ഹൃദയത്തെ തുറക്കണമേ യേശുവേ. വചനത്തോടുള്ള തുറവി നൽകി അനുഗ്രഹിക്കണമേ യേശുവേ. ഹൃദയങ്ങളെ തൊടണമേ കർത്താവേ. ഹൃദയം തുറന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സുകളെ തുറക്കണമേ യേശുവേ. ഹൃദയങ്ങളെ തുറക്കണമേ യേശുവേ. മനസ്സിനെ ഉണർത്തണമേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായം 43 മുതൽ 49 വരെയുള്ള വളരെ മനോഹരമായിട്ടുള്ള വാക്യങ്ങളിൽ ഒരു സുന്ദരമായിട്ടുള്ള സംഭവം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ പീലിപ്പോസ് എന്ന് പറയുന്ന ശിഷ്യൻ യേശുവിന്റെ അടുത്തേക്ക് നഥാനിയേലിനെ കൊണ്ടുവരാൻ വേണ്ടി നഥാനിയേലിന്റെ സമീപത്തെത്തി നഥാനിയോട് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. ഉടൻ തന്നെ നഥാനിയേൽ വളരെ നിഷേധാത്മകമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാവുമോ? ഫിലിപ്പോസ് പറഞ്ഞു, നീ വന്ന് കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് ഈ നഥാനിയേലിനെ യേശു കണ്ടപ്പോൾ യേശു ഉടൻ തന്നെ അവന്റെ കണ്ണുകളിൽ നോക്കി പറയുന്ന ഒരു മനോഹരമായ വാക്യമുണ്ട്, ഇവൻ നിഷ്കളങ്കനായ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരനാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞ് നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് ചോദിച്ച നഥാനിയേലിന്റെ കണ്ണുകളിൽ നോക്കി ഇവൻ നിഷ്കളങ്കനാണെന്നും ഇവൻ നിഷ്കപടനാണെന്നും ഇവൻ യഥാർത്ഥത്തിലുള്ള ഇസ്രായേൽക്കാരനാണെന്നും യേശു പ്രഖ്യാപിച്ചു. നഥാനിയേൽ വലിയ വ്യത്യാസം ഉണ്ടായി. നഥാനിയേൽ ചോദിച്ചു, അങ്ങ് ആരാണ്? നീ എന്നെ എങ്ങനെ അറിഞ്ഞു? അപ്പൊ ഈശോ പറയുകയാണ്, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അത്തിമരം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ വചനം പഠിക്കാനായിട്ടിരിക്കുന്ന ഒരിടമാണ് അത്തിമരത്തിന്റെ ചുവട്. അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ടാണ് യഹൂദ റബിമാർ തങ്ങളുടെ ശിഷ്യന്മാർക്ക് തോറ, മോശയുടെ നിയമം പറഞ്ഞു കൊടുക്കുന്നത്. യേശു പറയുകയാണ്, നീ വചനം പഠിക്കാനായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. നിനക്ക് വചനത്തോടുള്ള അഭിനിവേശം ഞാൻ മനസ്സിലാക്കുന്നു. നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഥാനിയേലിൽ വലിയ വ്യത്യാസം ഉണ്ടായി. നഥാനിയേൽ പറഞ്ഞു, അങ്ങ് ദൈവപുത്രനാണ്, അങ്ങ് ഇസ്രായേലിന്റെ രാജാവാണ്. നഥാനിയേലിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ യേശുക്രിസ്തുവിനെ സാധിച്ചത് നഥാനിയേലിനെ കുറിച്ച് യേശുക്രിസ്തു ക്രിയാത്മകമായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ഒരു വ്യത്യാസം, ഒരു അഭിഷേകം, ഒരു മാറ്റം, അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ പറ്റി പോസിറ്റീവായിട്ട് പറയണം. മറ്റുള്ളവരുടെ നന്മകൾ കണ്ടെത്തി പറയണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്ന വ്യക്തികളാണെങ്കിലും അവരിലുള്ള നന്മകളെ കണ്ടെത്തി അത് നമ്മൾ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ
എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലൂടെ ഇപ്രകാരം നമ്മളെ പഠിപ്പിച്ചത്: നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. നമ്മളെ കേൾക്കുന്ന വ്യക്തികൾക്ക് ആത്മീയ ചൈതന്യം ഉണ്ടാകുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ സംസാരിക്കുവിൻ എന്ന് പൗലോസ് നമ്മോട് കൽപ്പിക്കുകയാണ്. മോശം കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളൊക്കെ പറയാൻ നമുക്ക് നല്ല സാമർഥ്യമാണ്. പക്ഷേ സെന്റ് പോൾ പഠിപ്പിക്കുകയാണ്, അതല്ല നീ ചെയ്യേണ്ടത്. നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് നീ സംസാരിക്കണം. യേശുക്രിസ്തു അതാണ് ചെയ്തത്. നഥാനിയേലിനെ പറ്റി നല്ല കാര്യങ്ങൾ സംസാരിച്ചു, പറഞ്ഞു. നഥാനിയേലിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കി. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതങ്ങളിലും നന്മ കണ്ടെത്തുന്നതിന് പകരം തിന്മ കണ്ടെത്തുകയും തിന്മ പറയുകയും ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതിനൊരു വ്യത്യാസം ഉണ്ടാകണം. നിങ്ങളുടെ നാവിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടരുതെന്ന് പൗലോസ് നമ്മളോട് കൽപ്പിക്കുകയാണ്. നന്മയുടെ വാക്കുകൾ സംസാരിക്കണമെന്ന് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മ പറയാൻ, നന്മയുടെ വാക്കുകൾ സംസാരിക്കാൻ, പോസിറ്റീവായുള്ള കാര്യങ്ങൾ പറയാൻ, നമ്മുടെ പങ്കാളിയുടെയും കുഞ്ഞുങ്ങളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെ ഒക്കെ നല്ല കാര്യങ്ങൾ കണ്ടെത്തി അതൊന്ന് പറയാൻ, അതൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മറക്കരുത്. പൗലോസ്ലീഹ കൊളോസസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 21-ാം വാക്യത്തിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: പിതാക്കന്മാരെ, കുട്ടികളിൽ നിങ്ങൾ പ്രകോപനം ഉളവാക്കരുത്, അവർ നിരുന്മേഷരാകും. പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നിരുന്മേഷരാകും. നമ്മുടെ കുട്ടികളോട് നല്ല കാര്യങ്ങൾ, പോസിറ്റീവായുള്ള കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവർക്ക് ഉന്മേഷം ഉണ്ടാകും, അവർക്ക് ഉണർവുണ്ടാകും, അവർ അഭിഷേകം പ്രാപിക്കും. അതുകൊണ്ട് ഈ ഒരു വലിയ കൃപ നമ്മളിൽ ആഴപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനുള്ള കൃപ നമുക്ക് നൽകും. ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി ഹൃദയം തുറന്ന്, ദൈവമേ, ഞാൻ അധരങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. ഒരുപാട് കുറ്റം പറയുകയും അശുദ്ധി പറയുകയും ചെയ്തിട്ടുള്ള നാവുകളാണിത്. ഈ നാവുകൾ കൊണ്ട് നന്മ പറയാൻ, മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ച് പോസിറ്റീവായുള്ള കാര്യങ്ങൾ കണ്ടെത്തി അത് പറഞ്ഞ് പറഞ്ഞ് വലിയ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ടാകാൻ കൃപ നൽകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങ് എത്രയോ നല്ലവനാണ്. മറ്റുള്ളവരിൽ നന്മ കണ്ടെത്തി അത് പറഞ്ഞവനാണല്ലോ അങ്ങ്. ഈശോയെ, നഥാനിയേലിനെ പറ്റി അങ്ങ് പോസിറ്റീവായിട്ട് പറഞ്ഞപ്പോൾ നഥാനിയേലിൽ വലിയ വ്യത്യാസമുണ്ടായതുപോലെ ഞങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരിൽ പോലും നന്മ കണ്ടെത്തി അത് പറയാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അധരങ്ങളെ നിന്റെ രക്തം കൊണ്ട് നീ കഴുകി വിശുദ്ധീകരിക്കണമേ. നിന്റെ തിരുച്ചോര കൊണ്ട് ഞങ്ങളുടെ അധരങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് നന്മ പറയാൻ, പോസിറ്റീവായുള്ള കാര്യങ്ങൾ പറയാൻ വലിയ അഭിഷേകവും കൃപ ഞങ്ങൾക്ക് നൽകണമേ. വലിയ ദാഹത്തോടും ആഗ്രഹത്തോടും കൂടെ ദൈവമക്കൾ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ അധരങ്ങളെ കഴുകണമേ, അധരങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. പുതിയൊരു ചൈതന്യം, ഒരു ശൈലി, ജീവിത ശൈലി, സംസാര ശൈലി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങൊന്ന് പ്രദാനം ചെയ്യണമേ. പ്രാർത്ഥിക്കുന്നു. കഴുകണമേ. കാൽവരി മലയിലെ രക്തം നമ്മുടെ അധരങ്ങളിലേക്ക് നിറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ നീ കഴുകി വിശുദ്ധീകരിക്കണമേ യേശുവേ. പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ അധരങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. തിന്മയുടെ വാക്കുകൾ പറയാതെ നന്മയുടെ വാക്കുകൾ പറയാനുള്ള അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവേ. പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കഴുകണമേ, കഴുകണമേ, കഴുകണമേ. ഞങ്ങളുടെ അധരങ്ങളെ കഴുകണമേ, നാവിനെ കഴുകണമേ, സംസാര രീതിയെ കഴുകണമേ. കഴുകണമേ യേശുവേ. ഹൃദയങ്ങളെ കഴുകണമേ. പുതിയൊരു ചൈതന്യം, സംസാര ശൈലി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ, നൽകണമേ യേശുവേ. പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നിത്യാത്മാവാൽ നിറയ്ക്കണമേ, നിറയ്ക്കണമേ, നിറയ്ക്കണമേ. അഭിഷേകം ചെയ്യണമേ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ, അധരം തുറന്ന് പ്രാർത്ഥിക്കട്ടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. തിരുമുമ്പിൽ ബലിയായി തീരാൻ, തിരുമാംസരക്തമാകാൻ. തിരുമുമ്പിൽ ബലിയായി തീരാൻ, തിരുമാംസരക്തമാകാൻ. ഉരുകുന്ന ഹൃദയങ്ങളോടെ അണയുന്നു അൾത്താരമുന്നിൽ. ഉരുകുന്ന ഹൃദയങ്ങളോടെ അണയുന്നു അൾത്താരമുന്നിൽ. ചെറുതെങ്കിലും ജീവകാണിക്കയും കൃപമാനി തൂകേണമേ. ജീവിതത്തിലെ ദുഃഖം നിറഞ്ഞ എല്ലാ അനുഭവങ്ങളിലേക്കും ദൈവത്തിന്റെ ശക്തമായ അഭിഷേകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ സാഹചര്യങ്ങളിലൂടെ മനസ്സിന്റെ ഉന്മേഷവും ഊർജ്ജസ്വലത നഷ്ടപ്പെട്ട് ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് മരവിച്ച മനസ്സുമായിരിക്കുന്ന എല്ലാ മക്കളും ഇപ്പോൾ പ്രാർത്ഥിക്കുക. മനസ്സിന്റെ ക്ഷതങ്ങളെ സൗഖ്യപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. അവിടുന്ന് ആനന്ദമായി, സന്തോഷമായി, ജീവനായി, ശക്തിയായി ദൈവം മക്കളുടെ മേൽ വ്യാപരിക്കും. അവിടുന്ന് ദൈവം നമുക്കായി വാഗ്ദാനം നൽകിയിട്ടുള്ള സഹായകനായ ആത്മാവത്രേ. എല്ലാ ദൈവമക്കളും കണ്ണടച്ച് രണ്ടു കരങ്ങളും തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, മനപ്രയാസങ്ങളിലേക്ക് വരണമേ, സങ്കടങ്ങളിലേക്ക് വരണമേ, ഉണർവില്ലായ്മയിലേക്ക് വരണമേ, മരവിച്ച അനുഭവങ്ങളിലേക്ക് വരണമേ, പിന്മാറ്റ സ്വഭാവത്തിലേക്ക് വരണമേ. ദൈവിക കാര്യങ്ങൾ മടുപ്പ്, ദൈവിക കാര്യങ്ങളോട് തീഷ്ണതയില്ലായ്മ, ദൈവിക കാര്യങ്ങൾ കുറവില്ലായ്മ, ഇങ്ങനെ മന്ദിച്ചു പോയ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ആനന്ദമായി, സന്തോഷമായി, ശക്തിയായി, ജീവനായി പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സന്തോഷമെന്നുമീദാസരിൽ സ്വർഗീയദൂതനീകണേ. സന്തോഷമെന്നുമീദാസരിൽ സ്വർഗീയദൂതനീകണേ. തിരുനാമത്തെ വാഴ്ത്തിപ്പാടിടാം ഞാൻ എന്നും ആരാധ്യനാഥ. പാവനാത്മാവേ പാവനാത്മാവേ നിത്യസഹായക, നീ വരൂ എൻ ഹൃദയത്തിൽ ദൈവസ്നേഹവുമാ മരദാനമേകാന. സ്ലീഹന്മാരിൽ വന്നാവസിച്ച നീ എന്നിൽ ജീവധാരയാകൂ. സ്ലീഹന്മാരിൽ
സ്ലീഹന്മാരിൽ വന്നാവസിച്ച നീ എന്നിൽ ജീവധാരയാകൂ. എല്ലാവരും കർത്താവിന് പക്കലേക്ക് കരം കയറ്റി പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവാണ് ദുഃഖമകറ്റുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവാണ് പിന്മാറ്റത്തിൽ നിന്ന് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവാണ് ഉണർവ് നൽകുന്ന ആത്മാവ്. വരണ്ട ഭൂമി വെള്ളപ്പൊക്കത്തിൽ കുതിരുന്നത് പോലെ പരിശുദ്ധാത്മാവോട് നമ്മൾ അന്തരംഗം നിറഞ്ഞു കുതിരട്ടെ. മനസ്സിന്റെ എല്ലാ വിങ്ങലുകളും, മനസ്സിന്റെ എല്ലാ വേദനകളും, മനസ്സിന്റെ എല്ലാ നൊമ്പരങ്ങളും, ആത്മാവിന്റെ നെടുവീർപ്പുകളും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ ഹൃദയങ്ങൾ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാ ശക്തമായ അഭിഷേകത്താൽ അന്തരംഗങ്ങൾ പുഞ്ചിയവും പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ദുഃഖപീഠകൾ വിട്ടുപോകട്ടെ, മനോനൊമ്പരങ്ങൾ വിട്ടുപോകട്ടെ. അത്ഭുതങ്ങൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. എല്ലാ ജീവിതങ്ങളെയും സ്പർശിക്കണമേ, എല്ലാ കുടുംബങ്ങളെയും സ്പർശിക്കണമേ. ആത്മീയമായി ഉണർവ് നഷ്ടപ്പെട്ട്, ആത്മീയമായി മടുത്തിരിക്കുന്ന, ആത്മീയമായി നിരാശ ബാധിച്ചിരിക്കുന്ന, ആത്മീയമായി ബോധ്യങ്ങൾ നഷ്ടപ്പെട്ട, ആത്മീയമായി വിശ്വാസം നഷ്ടപ്പെട്ട, ആത്മീയമായ അഭിഷേകങ്ങൾ നഷ്ടപ്പെട്ട എല്ലാ വ്യക്തികളിലേക്കും, എല്ലാ ശുശ്രൂഷകരിലേക്കും, എല്ലാ മക്കളിലേക്കും ഇപ്പോൾ അത്ഭുത അഭിഷേകമായി പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. ഇപ്പോൾ അത്ഭുത അഭിഷേകമായി പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവെ പുതുമഴയായി പെയ്യണമേ. പരിശുദ്ധാത്മാവെ പുതിയ അഭിഷേകമായി വ്യാപരിക്കണമേ. പുതിയ തീമഴയായി പെയ്യണമേ. അപ്പോസ്തലന്മാരുടെ മേൽ പിളർന്ന അഗ്നിനാവുകളുടെ രൂപത്തിൽ വ്യാപരിച്ച് അവരെ പുതിയ സൃഷ്ടികളാക്കിയതുപോലെ പരിശുദ്ധാത്മാവെ ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അത്ഭുതകരമായി വ്യാപരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ലീഹന്മാരിൽ വന്നാവസിച്ച നീ എന്നിൽ ജീവധാരയാകൂ. സ്ലീഹന്മാരിൽ വന്നാവസിച്ച നീ എന്നിൽ ജീവധാരയാകൂ. എൻ്റെ പേര് നിജോ. ഞാൻ കോഴിക്കുള്ളിയിൽ നിന്നാണ് വരുന്നത്, തൃശ്ശൂർ ജില്ല. എനിക്ക് ഏകദേശം 6 വർഷത്തോളം കൂടുതലായിട്ട് എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു. തലയുടെ ഈ സൈഡിൽ കണ്ണും ചെവി ഒക്കെ വിങ്ങലുണ്ടായിരുന്നു. വളരെ അസ്വസ്ഥതയുണ്ടായിരുന്നു. ഇങ്ങോട്ട് ധ്യാനത്തിന് വരുന്നേക്കാളും ഒരു 2 ആഴ്ചയോളം മുമ്പ് ധ്യാനത്തിന് വരുമ്പോഴൊക്കെ കടുത്ത തലവേദനയായിരുന്നു, കൂടുതലായിരുന്നു. ഞാൻ വെള്ളിയാഴ്ച ഒരു ENT ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചു. പക്ഷെ ധ്യാനം കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ മരുന്ന് കഴിച്ചില്ല. പക്ഷെ ധ്യാനത്തിന് വന്ന് ഇവിടെ തൈലം പൂശിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം തന്നെ എനിക്ക് തലവേദന വിട്ടുമാറി. എത്ര വർഷമായിട്ടുള്ളതാ? 6 വർഷത്തോളമായുള്ള ശിരസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഈ ആരാധന സമയത്ത്, ധ്യാനത്തിന്റെ സമയത്ത് കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റോയി. ഞാൻ താമരശ്ശേരിക്കടുത്ത് ഇങ്ങാപ്പുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് 35 ദിവസത്തോളമായി ഛർദിയായിരുന്നു. ഇവിടെ വന്ന് ഞായറാഴ്ച വൈകുന്നേരം ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് അത് ഛർദ്ദിച്ചു പോയി. പിന്നെ ഊണ് കഴിച്ചു, അതും ഛർദ്ദിച്ചു പോയി. തിങ്കളാഴ്ച ഭക്ഷണം കഴിച്ചു, അതും ഛർദ്ദിച്ചു. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ചൊവ്വാഴ്ച വീണ്ടും കൗൺസിലിംഗ് കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിച്ചു, അത് ഛർദ്ദിച്ചു. പിന്നെ ഇന്നലെ വിശുദ്ധ കുർബാനയുടെ സമയത്ത്, തിങ്കളാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അത് ഛർദ്ദിച്ചു പോവുകയായിരുന്നു. അത് കാരണം ഞാൻ ചൊവ്വാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ല. ഇന്നലെ കുംസാരം കഴിഞ്ഞ് വന്ന് അവിടെ ഇരുന്നു. ലൈനിൽ ഇരുന്ന സമയത്ത് വീണ്ടും ഛർദ്ദിക്കാൻ വന്നു. ഞാൻ വിശുദ്ധ കുർബാന ഇനി ഛർദ്ദിക്കുകയാണെങ്കിൽ കുർബാന സ്വീകരിക്കുന്നില്ലെന്ന് കരുതി ലൈനിൽ നിന്നും കസേര വന്നിരുന്നു. ആ സമയത്ത് എല്ലാവരും കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് അവസാനത്തെ ലൈൻ വന്നപ്പോൾ
ഈശോ എന്നോട് പറഞ്ഞു, നീ ധൈര്യമായി പോയി കുർബാന സ്വീകരിക്കുക, നിനക്ക് നീ ഛർദ്ദിക്കുകയല്ലെന്ന് ദൈവം എന്നോട് പറഞ്ഞു. ഞാൻ കുർബാന സ്വീകരിച്ചു. ഞാൻ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി വെള്ളം കുടിച്ചു, ഛർദ്ദിച്ചില്ല. ഊണ് കഴിച്ചു, ഛർദ്ദിച്ചില്ല. ഇന്ന് രാവിലെ ചായ കുടിച്ചു, ഛർദ്ദിച്ചില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ധ്യാനം കൂടാൻ പറ്റിയല്ലെന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ വന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത്ഭുതകരമായി ആ ഛർദ്ദിക്കുന്ന, നിങ്ങൾ തിങ്കളാഴ്ച ഓർക്കുന്നുണ്ട് ഈ സഹോദരൻ ഛർദ്ദിക്കുന്ന കാര്യം പറഞ്ഞത്. ഇന്നലെ കുർബാനയുടെ സമയത്ത് നമ്മൾ ഡെലിവറൻസ് പ്രയറും മറ്റ് ബന്ധന പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ഇന്നലെ കുർബാന സ്വീകരണത്തിന് സമയമായപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ആ ബന്ധനങ്ങൾ പൂർണ്ണമായും മാറി. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ കുർബാന സ്വീകരിച്ചു, ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചു, ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു, അത് പൂർണ്ണമായി വിട്ടൊഴിഞ്ഞു പോയി. ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങൾ അടിച്ച് കർത്താവിനെ മാതൃകപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. എൻ്റെ പേര് തോമസ്. ഞാൻ കോയമ്പത്തൂർ സായിബാബ കോളനിയിൽ ആണ് വരുന്നത്. ജോലി എന്താ ചെയ്യുന്നത്? എന്ത് ജോലി? ഞാൻ ബാങ്കിലെ മാനേജറാണ്. ഞാൻ ഒരു 27 വർഷമായിട്ട് എനിക്ക് ശ്വാസം മുട്ടിന്റെ ഒരുപാട് ശക്തിയേറിയ മരുന്നാണ് കഴിച്ചിരുന്നത്. വൈകുന്നേരം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരെ നിൽക്കുന്ന മാതിരിയായിട്ടുള്ളായിരുന്നു. അപ്പൊ ഇന്നലെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോ അത് ആ ശുശ്രൂഷയുടെ സമയത്ത് അതില് കർത്താവ് എനിക്ക് സൗഖ്യം തരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പൊ തന്നെ കർത്താവിനോട് ചോദിച്ചു, ഇത് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ എനിക്ക് ഒരു അടയാളം ഉടനെ വേണമെന്ന് പറഞ്ഞിരുന്നു. ഉടനെ തന്നെ എന്റെ ശരീരം മുഴുവൻ വേർത്തു. ഇന്നലെ രാത്രി കഴിക്കേണ്ട മരുന്ന് കഴിച്ചില്ല. ഇതുവരെ നല്ല സുഖമാണ്. ദൈവത്തിന് നന്ദി. ദൈവത്തിന് 27 വർഷമായുള്ള ശ്വാസമുട്ടലാണ് കർത്താവ് എടുത്തു മാറ്റി അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയിരിക്കുന്നത്. എഴുന്നേറ്റത് കരങ്ങൾ അടിച്ച് കർത്താവിനെ മാത്രം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ ദാസത്തില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ ദാസത്തില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോലും പെയ്യുന്നു, അത്ഭുതവും